ഡിയർ ഫ്രണ്ട്സ്, ഐ ആം എം എ റഷീദ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ വിഷാദത്തെ കുറിച്ചാണ്, ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗാവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. അത് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്, മാനസികാരോഗ്യ പ്രശ്നം തന്നെയാണ്. അതിന്റെ മൂഡ് ഡിസോർഡർ അഥവാ ഇമോഷണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. അപ്പോൾ ദുഃഖം, ഉത്കണ്ഠ, ദേഷ്യം ഈ കാര്യങ്ങളൊക്കെ ഡോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചില രോഗികൾ എപ്പോഴും ദേഷ്യമായിരിക്കും ഉണ്ടായിരിക്കുക, ചില രോഗികൾക്ക് എപ്പോഴും വിഷാദത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടും. അതിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചില ആളുകൾക്ക് എപ്പോഴും ആങ്ഷൈറ്റി ഉണ്ടാവും. ഓരോ കാര്യത്തിലും വളരെയധികം ആങ്ഷൈറ്റി ഉള്ള അവസ്ഥ ഉണ്ടാവും. മൊത്തത്തിൽ ഒരു വെൽബീയിങ് അല്ലാത്ത, ഹെൽത്തി വെൽബീയിങ് അല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ രോഗത്തിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ രോഗത്തിന് എന്താണ് ഡിപ്രഷൻ എന്ന് നോക്കാം. ഡിപ്രഷൻ is a mental health condition that affects a person's mood, motivation, and overall well-being. It is characterized by persistent feelings of sadness, hopelessness, and loss of interest in activities that brought one's pleasure. മുമ്പ് നമുക്ക് സന്തോഷം നേരുന്ന കാര്യങ്ങളിൽ നിന്നും സന്തോഷം കിട്ടാത്ത അവസ്ഥ, അവരുടെ പേഴ്സൻ്റെ ആ മൂഡ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ, എന്ത് ചെയ്യാനുള്ള പ്രേരണ, അതൊക്കെ തളർത്തിയിടുന്ന, മൊത്തത്തിൽ ഒരു ദുഃഖം, ഇങ്ങനെ പ്രയാസങ്ങൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം. ഇത് ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാം. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ മേജർ സിംറ്റംസ്. നമുക്കൊരു രോഗിക്ക്, ഒരാൾക്ക് രോഗം ഉണ്ട് എന്ന് നമുക്ക് അറിയണമെങ്കിൽ അകാരണമായ ദുഃഖം, എപ്പോഴും വിഷാദമായിരിക്കും അവരുടെ അവസ്ഥ. എളുപ്പത്തിൽ ക്ഷീണം തോന്നുക, ഈസി ഫാറ്റിഗബിലിറ്റി എന്ന് പറയും. അത് എളുപ്പത്തിൽ ക്ഷീണം വരും, ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും. പിന്നെ പണ്ട് സന്തോഷം കിട്ടിയിരുന്ന പല കാര്യങ്ങളും സന്തോഷം കിട്ടാത്ത അവസ്ഥയുണ്ടാവും. ഉദാഹരണമായി ഫ്രണ്ട്സിന്റെ കൂടെ കൂടുക, സിനിമ കാണുക, കോമഡി ഷോകളിലൊക്കെ പങ്കെടുക്കുക. എല്ലാവരും കൂടുന്ന സന്തോഷകരമായ അവസ്ഥയിലൊന്നും അവർക്ക് സന്തോഷം ലഭിക്കാത്തൊരവസ്ഥയുണ്ടാവും. ഇനി അതിന്റെ മൈൽഡ് സിംറ്റംസിൽ പെട്ടതാണ് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ. എനിക്ക് ഭാവിയില്ല, എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നല്. സൂയിസൈഡൽ തോട്ട്സും ഉണ്ടാവും. അത് ആത്മഹത്യാ ചിന്ത, അതായത് എനിക്കിനി ജീവിക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് മരിക്കണം എന്നുള്ള തോന്നൽ വരും. അതുപോലെ ഉറക്ക കൂടുതൽ ഉണ്ടാവും. അതിൽപ്പെട്ട കാര്യമാണ് ബയോളജിക്കൽ ഫങ്ഷൻസ് ആയ ഉറക്കം, ഭക്ഷണം, ലൈംഗികത. ഈ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ രണ്ട് രീതിയിൽ ആണ് പല രോഗികളിലും കാണുന്നത്. ചില രോഗികളിൽ ഉറക്കം വളരെ കൂടുതലായിരിക്കും, ചിലരിൽ ഉറക്കം കുറഞ്ഞാണ് കാണപ്പെടുന്നത്. ചില രോഗികൾ നന്നായി ഭക്ഷണം കഴിക്കുന്ന ഒരു കണ്ടീഷൻ, അമിതമായ ആഹാരം കഴിക്കും. ചില രോഗികളിൽ ഭക്ഷണം തീരെ കഴിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ലൈംഗികതയിലും കൂടുതലുണ്ടാവും ചിലർക്ക്, ചിലർക്ക് കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ICD-10 പ്രകാരം ഈ അസുഖത്തെ, ഡിപ്രഷനെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഇങ്ങനെ രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിന് ബയോ സൈക്കോ സോഷ്യോ പ്രോബ്ലംസ് ഒക്കെ ഇതിന് കാരണമാകും. ബയോ എന്ന് പറയുന്നത് ഹെറിഡിറ്ററി, പാരമ്പര്യം, അതുപോലെ മറ്റുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ സൈക്കോ, മാനസികമായിട്ടുണ്ടായിരുന്ന ചൈൽഡ് അബ്യൂസ്, അവരുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഒരുപാട് പ്രയാസങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് അവിടെ ലൈഫിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ സോഷ്യൽ, സമൂഹത്തിൽ നിന്ന് അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, ഫ്രണ്ട്സിൻ്റെയും അത് സമൂഹത്തിലുള്ള പല ആളുകളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന എതിരായിട്ടുള്ള, അവർക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അവർക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് പ്രയാസം ഉണ്ടാക്കിയ പല കാര്യങ്ങളും ചിലപ്പോൾ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് വരാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ സമൂഹത്തിൽ സ്റ്റിഗ്മ നിലനിൽക്കേണ്ടത്, ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുക എന്ന് പറയുമ്പോൾ ഒരു ആളറിഞ്ഞാൽ എന്താണ്, രോഗിയാണോ, ഏതെങ്കിലും മാനസിക രോഗിയാണോ, അങ്ങനെയൊക്കെയുള്ള ചിന്തയൊക്കെ അകറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഇന്ന് ഈ സ്റ്റിഗ്മ മാറിയിട്ടുണ്ട്, പ്രയാസം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള നമ്മുടെ രോഗികൾ, സുഹൃത്തുക്കളാകട്ടെ, ആർക്കാകട്ടെ, നമ്മൾ ഇങ്ങനെ ഒരു നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വേഗം സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കാണിക്കുകയും, സൈക്കോളജിസ്റ്റ് അല്ലെ സൈക്കോട്രിസ്റ്റിന്റെ അടുത്ത് കാണിക്കുകയും അതിനുള്ള പരിഹാരം നൽകുന്നതിന് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.